ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ ധാത്രീനായക ഗോവിന്ദ പുത്രിവപുർധര ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ. അയോധ്യ ഭരിച്ചിരുന്ന പരീക്ഷത്ത് രാജാവിൻ്റെയും ഭാര്യ തവളറാണിയുടെയും ഒക്കെ കഥ നമ്മൾ പറയണ്ടായി. അതിൽ 3 പുത്രന്മാരുണ്ടായില്ലോ, ശലൻ, ദളൻ, ഫലൻ. ശലനെ രാജ്യാധികാരെ ഏൽപ്പിച്ച് പരീക്ഷത്തും തവളരാജ്ഞിയും വാനപ്രസ്ഥത്തിന് പോയ കഥ വരെ നമ്മൾ പറഞ്ഞു. ഈ ശലൻ അതിഗംഭീരമായിട്ട് വലിയ ധർമ്മനിഷ്ഠയോടുകൂടി തന്നെയാണ് രാജ്യം ഭരിച്ചിരുന്നത്. ഒരു ദിവസം അദ്ദേഹം നായാട്ടിന് പോയി ഒരു മൃഗത്തിന് ഉന്നം വെച്ചു. ഉന്നം വെച്ചപ്പോൾ ധടാന്ന് മൃഗം അതിവേഗത്തിൽ ഓടാൻ തുടങ്ങി. രാജാവ് തൻ്റെ രഥം അതേ വേഗത്തിൽ ഓടിക്കാൻ വേണ്ടി സൂതനോട് പറയാം. സൂതൻ പറയാണ്, ആ മൃഗത്തോളം വേഗത നമ്മുടെ കുതിരകൾക്ക് പോരാ, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അടുത്ത് എത്താൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇവിടെ അടുത്ത് വാമദേവൻ എന്ന് പറഞ്ഞിട്ടൊരു മഹർഷി താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുതിരകളുണ്ട്. ആ കുതിരകൾ വായുവേഗത്തിൽ പറക്കുന്നവയാണ്. അവയെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ മൃഗത്തിൻ്റെ ഒപ്പം എത്തിപ്പെടാമെന്ന് പറഞ്ഞു. രാജാവ് ഉടനെ വാമദേവ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. അദ്ദേഹത്തിനോട് കുതിരയെ കുറച്ച് നേരത്തേക്ക് കടം തരുമോ എന്ന് ചോദിച്ചു. മഹർഷി വളരെ സന്തോഷത്തോട് കൂടിയിട്ട് രാജാവിന് കുതിരകളെ കൊടുത്തു. ആ കുതിരകളെ പൂട്ടിയ രഥത്തിൽ കയറിയിട്ട് രാജാവ് താൻ ഉന്നം വെച്ച ആ മൃഗത്തിനെ കണ്ടുപിടിച്ച് കൊല്ലുകയും ചെയ്തു. സന്തോഷമായി രാജാവിന്. എന്നാൽ രാജാവ് ആ കുതിരകളെ മടക്കി കൊടുത്തില്ല. അതിനെ തൻ്റെ രാജധാനിയിലേക്ക് കൊണ്ടുപോയി. കുറച്ച് ദിവസങ്ങളായി രാജാവ് കുതിരയെ കൊണ്ടുപോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അതെന്തേ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ശിഷ്യനെ അരമനയിലേക്ക് അയച്ചു. ശിഷ്യൻ അവിടെ ചെന്ന് രാജാവിനോട് മഹർഷിയുടെ കുതിരകളെ തിരിച്ചു ചോദിച്ചു. അപ്പം രാജാവ് പറയണേ, ഇത്രയും നല്ല കുതിരകളെ എനിക്കാണ് ആവശ്യം. മഹർഷിക്ക് എന്തിനാ ഇത്രയും വേഗതയുള്ള കുതിരകൾ? രാജ്യം ഭരിക്കുന്ന എനിക്കല്ലേ ഇതിൻ്റെ ആവശ്യം. ഛന്ദസ്സുകളായിരിക്കണം ബ്രാഹ്മണന്മാരുടെ വാഹനം, അല്ലാണ്ട് ഇത്തരത്തിലുള്ള കുതിരകളല്ല. താൻ പോയി പറഞ്ഞു വിട്ടു. കുതിര കൊടുത്തില്ല. എന്നാൽ ഞാൻ നേരിട്ട് പോയി ചോദിക്കാമെന്നും പറഞ്ഞിട്ട് വാമദേവ മഹർഷി നേരെ അരമനയിലെത്തി രാജാവിനോട് കുതിരകളെ തിരിച്ചു ചോദിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഏയ് കുതിര എനിക്ക് വേണം, തരില്ല എന്ന്. അങ്ങക്ക് ജീവിതത്തിൽ കൊതിയുണ്ടെങ്കിൽ കുതിരകളെ തിരിച്ചു തരൂ, ഇല്ലെങ്കിൽ ഞാൻ രാക്ഷസന്മാരെ കൊണ്ട് കൊല്ലിക്കുന്ന് മഹർഷി പേടിപ്പിച്ചു നോക്കി. രാജാവിന് കുലുക്കല്ല. മഹർഷി ഉടനെ തന്നെ രാക്ഷസന്മാരെ സൃഷ്ടിച്ചു. രാജാവിനെ കൊല്ലുകയും ചെയ്തു. ജ്യേഷ്ഠൻ മരിച്ചു. അനുജനെ രാജാവാക്കി വാഴിച്ചു. വീണ്ടും മഹർഷി കുതിരകളെ അന്വേഷിച്ചു വന്നു. അനുജനും കുതിരകളെ കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ വാമദേവൻ പറഞ്ഞു, ഞാൻ രാക്ഷസന്മാരെ കൊണ്ട് കൊല്ലിക്കുന്നു. അത് കേട്ടപ്പോൾ രാജാവിന് ദേഷ്യം വന്ന് അദ്ദേഹം മഹർഷിയെ കൊല്ലാൻ അങ്ങോട്ട് പുറപ്പെട്ടു. വില്ലെടുത്തു, അമ്പ് തൊടുത്തു. അപ്പോൾ മഹർഷി പറഞ്ഞു, അത് എൻ്റെ നേരെ പ്രയോഗിക്കണ്ട, അത് പ്രയോഗിച്ചാൽ അരമനയിൽ കളിച്ചുകൊണ്ടിരിക്കണ അങ്ങയുടെ പുത്രൻ്റെ മേലേ കൊള്ളുള്ളൂ എന്ന്. രാജാവ് അതൊന്നും ഗവനിക്കാണ്ട് നേരെ അമ്പ് വിട്ടു. മഹർഷി പറഞ്ഞതുമാതിരി ആ അമ്പ് ആ കുഞ്ഞിനെ കൊന്നു. വീണ്ടും അടുത്ത അമ്പെടുത്തു. അപ്പോൾ മഹർഷി പറഞ്ഞു, ഇത് അരമനയിൽ ഉല്ലസിച്ചുകൊണ്ടിരിക്കണ അങ്ങയുടെ രാജ്ഞിയെ കൊല്ലട്ടെ എന്ന്. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. മൂന്നാമത്തെ അമ്പെടുത്തു. ഉടനെ രാജകുമാരി ഓടി വന്ന് മഹർഷിയുടെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു,
എന്നെ കൊല്ലരുത്. വളരെ സ്വാത്വികനാണ് ഈ മഹർഷി. അദ്ദേഹത്തിൻ്റെ ഹൃദയം അലിഞ്ഞു. അദ്ദേഹം അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഇല്ല, ഒന്നും സംഭവിക്കില്ല. നിനക്ക് ഞാൻ എന്തു വരാ വേണ്ടേ എന്ന് ചോദിച്ചു. മഹർഷേ, അങ്ങ് എനിക്ക് തരേണ്ട വരം എന്താണെന്ന് വെച്ചാൽ, അങ്ങയുടെ കാരണത്താൽ കൊലപ്പെട്ട എൻ്റെ കുടുംബത്തെ എനിക്ക് തിരിച്ചു തരണം. മഹർഷിക്ക് അലിവാണല്ലോ. മഹർഷി അവളെ അനുഗ്രഹിച്ചു. അങ്ങനെ ആ രാജകുമാരിയുടെ മിടുക്കൊണ്ട് എല്ലാവർക്കും ജീവിതം തിരിച്ചു കിട്ടി. ഇത് കണ്ടപ്പോൾ രാജാവ് മഹർഷിയുടെ കുതിരകളെ തിരിച്ചു കൊടുക്കാം എന്നും പറഞ്ഞ് സമസ്താപരാധം പറഞ്ഞു. അപ്പോൾ മഹർഷി രാജാവിനെ ഉപദേശിക്കുകയാണ്, അങ്ങ് ഒരിക്കലും അനീതിക്ക് കൂട്ടു നിൽക്കരുത്. ഇത് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങോട്ട് വന്നത്. അങ്ങ് ദീർഘകാലം കീർത്തിമാനായിട്ട് ഈ രാജ്യം ഭരിക്കാൻ ഇടവരട്ടെ എന്നും പറഞ്ഞ് എല്ലാവരെയും അനുഗ്രഹിച്ച് മഹർഷി തിരിച്ചുപോയി. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.